ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ചൂട് ചോറിൻ്റെയും കൂടെയും കഞ്ഞിൻ്റെ കൂടെയും ഈ ഒരു ഐറ്റം മാത്രം മതി. എന്നാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആവട്ടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഉണ്ടാക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, എന്നാൽ ടേസ്റ്റ് ആണെങ്കിലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ആകെ 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ കുറച്ച് വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് എന്ന് പറയും നമ്മൾ, ഒരു 6-7 എടുത്താണ്. പിന്നെ 2-3 പപ്പടവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമാണ് ഓണാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് വറുത്തെടുക്കാം. സാധാരണ രീതിയിൽ നമ്മൾ മുളക് ചുടുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അത് പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്യേണ്ട, ഇത് തികച്ചും ഓപ്ഷണലാണ്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം. മുളക് ഇതുപോലെ വറുക്കാതെയും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുളക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്ത മുളകൊന്ന് ചൂടാറിയതിന് ശേഷം ചുവന്നുള്ളിയും മുളകും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ഉള്ളിയും മുളകും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിലൊഴിച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാണല്ലേ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുക അറിയോ? ഇതുപോലെ ഓരോ പപ്പടം എടുത്തിട്ട് നടുവിലായിട്ട് നമ്മൾ 1 സ്പൂൺ ഉള്ളിമുളകും ചതച്ചത് ഇട്ട് കൊടുക്കും. എന്നിട്ട് പപ്പടത്തിൻ്റെ അരുവെല്ലാം നമ്മൾ വെള്ളം തൊട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ഞാൻ എല്ലാ പപ്പടവും ചെയ്തെടുക്കുകയാണ്. 1 ടീസ്പൂൺ ഈ ഉള്ളിമുളക് ചതച്ചത് ഈ പപ്പടത്തിൻ്റെ നടുവിലായിട്ട് വെക്കുക. എന്നിട്ട് വെള്ളം തൊട്ടിട്ട് പപ്പടത്തിൻ്റെ അരുവിലെല്ലാം വെള്ളം ആക്കിയിട്ട് ഇത് ഫോൾഡ് ചെയ്യാണ് ചെയ്യുക. മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഞാനിവിടെ 4 പപ്പടം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചമ്മന്തിക്കൂട്ട് ഫില്ല് ചെയ്ത് വെച്ച ഈ പപ്പടം വറുക്കുകയാണ് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമാണ് ഓണാക്കിയിട്ടുള്ളത്. ഈ പാനൊന്ന് ചൂടായി വരുമ്പോൾ പപ്പടം വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ പപ്പടം ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ പപ്പടവും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ റെസിപ്പി. വളരെ സിമ്പിളല്ലേ, എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയെല്ലാം കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.